ഹായ്, ഞാൻ പൈലറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നോട് ഒരു ചോദിക്കണ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്, എത്ര വയസ്സ് വേണ്ടി വരും പൈലറ്റ് ആവാൻ, ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ലുവായി, മല്ലു പൈലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലാസ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഗ്രൗണ്ട് ക്ലാസ് 3 സബ്ജക്ട്സിന് വരുന്നത് 2 to 2.5 ലക്ഷമാണ്. 2 to 2.5 lakhs ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 6 വിഷയങ്ങളുണ്ട്, 6 സബ്ജക്ട്സ് ഉണ്ട്. അബ്രോഡ് ആണെങ്കിൽ 3 ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടാൽ മതി, അതിലുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് മെഡിക്കലിനെ കുറിച്ച് സംസാരിക്കാം. മെഡിക്കൽ 2 ടൈപ്പ് മെഡിക്കലാണുള്ളത്, ക്ലാസ് 2 മെഡിക്കൽ, ക്ലാസ് 1 മെഡിക്കൽ. ക്ലാസ് 2 മെഡിക്കൽ നമ്മൾ തിയറി പഠിക്കുന്നതിന് മുന്നാണ് എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് 2. 10 to 12,000 ആണ് പ്രൈസ് വരുന്നത്. ആ ഒരു അറൗണ്ട് ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ക്ലാസ് 1 വരുന്നത് 10,000 ആണ് വരുന്നത്. ക്ലാസ് 1 ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലൈയിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിലാണ് ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് മാത്രമായിട്ട് 50 to 55 lakhs വരും. ഇപ്പം പുതിയതായിട്ട് എല്ലാ ഫ്ലൈയിങ് സ്കൂളും അവരുടെ റേറ്റ് കൂട്ടിയതാണ്. ആദ്യം ഇത്ര അല്ലായിരുന്നു. അപ്പം ഫ്ലൈറ്റ് ട്രെയിനിങ് കൂടാതെ ലിവിങ് കോസ്റ്റ് വേറെ തന്നെ ഉണ്ടാകും. റൂമിന് ഏകദേശം 10 to 15,000 റൂമിന് വരും പെർ മന്ത്. പിന്നെ ഫുഡ് ആൻഡ് അതർ എലവൻസ് ആയിട്ടൊരു 10,000 കൂടി നമുക്ക് കാണേണ്ടി വരും. ഇന്ത്യയിൽ ഫ്ലൈറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ അറൗണ്ട് 1.5 to 2 കൊല്ലം എടുക്കും ഇന്ത്യയിൽ. കാരണം ക്രൗഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ 2 കൊല്ലത്തോളം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ട്രെയിനിങ്ങിന് കുറച്ചുകൂടി പൈസ കുറവാണ്. ഏകദേശം 35 to 40 lakhs ആണ് വരുന്നത് ഒരു നോർമൽ ആവറേജ് ഫ്ലൈയിങ് സ്കൂളിന്. അവിടെ പ്രീമിയം സ്കൂളും വേറെ തന്നെ ഉണ്ട്. അതായത് 55 to 60 lakhs കോസ്റ്റ് വരുന്ന പ്രീമിയം സ്കൂൾ. അതായത് ഇപ്പം ഇൻഡിഗോ കാഡറ്റ്സ് ഒക്കെ അങ്ങോട്ടാണ് ട്രെയിനിങ്ങിന് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ. ഒന്നുകൂടി പ്രീമിയം ആയിട്ടുള്ള സ്കൂള്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, രണ്ടിൻ്റെയും ഡ്യൂറേഷൻ എല്ലാം സെയിം ആണ്. സൗത്ത് ആഫ്രിക്കയിൽ ഏകദേശം 1.5 കൊല്ലത്തോളം എടുക്കും, 18 months എടുക്കും CPL ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ. സൗത്ത് ആഫ്രിക്കയിൽ ലിവിങ് കോസ്റ്റ് ഇപ്പോൾ നോർമൽ രീതിയിൽ ലിവിങ് കോസ്റ്റ് വരുന്നത് 20,000 പെർ മന്ത് ഫോർ റൂമിന് 20,000 വരും. ഫുഡ് ആൻഡ് അതർ എലവൻസ് വരുന്നത് ഒരു 15,000 നമുക്ക് കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് US ആണ്. US ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് US ട്രെയിനിങ്ങിന് മാത്രം തന്നെ ഒരു 60 to 70 lakhs വരും. 60 to 70 lakhs INR ആണ്. പിന്നെ റൂമിന് വേണ്ടിയിട്ട് ഒരു $800 അതായത് ഒരു 69,000. പിന്നെ ഫുഡ് ആൻഡ് ഗ്രോസറി ഓർ ഫുഡ് ആൻഡ് എലവൻസിന് ഒരു $300 അതായത് 25,000 എക്സ്ട്രാ വരും. ടോട്ടൽ ഒരു മാസത്തിൽ നമ്മളെ പേഴ്സണൽ എക്സ്പെൻസ് തന്നെ ഒരു 95,000 വരും INR. എന്നിട്ടും ആളുകൾ US പോകുന്നത് ട്രെയിനിങ് അത്രയും ഫാസ്റ്റാണ്. ഏകദേശം 250 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. വിത്തിൻ 1 year US നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരും. പിന്നെ അതർ ഇഷ്യൂസ്, എക്സാംസ് ആൻഡ് ഓൾ. പിന്നെ നമ്മളിപ്പം അബ്രോഡാണ് നമ്മളിപ്പം ട്രെയിനിങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമുക്കിപ്പം ഇനീഷ്യലി ഇന്ത്യയിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങോട്ട് കൺവേർഷൻ വേണ്ടി വരും. കൺവേർഷൻ ഏകദേശം ഒരു 3 lakhs നമുക്ക് കാണേണ്ടി വരും കൺവേർഷന്. ഇതിൽ ഞാൻ യൂറോപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. യൂറോപ്പ് നല്ലൊരു ഓപ്ഷനാണ്. അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, വൈകാതെ. പിന്നെ ഇതിൽ പറഞ്ഞ ഡീറ്റെയിൽസ്, കോസ്റ്റ് കാര്യങ്ങളെല്ലാം ജെന്യുവിനാണ്. ഞാൻ പേഴ്സണലി ഫ്രണ്ട്സിനായിട്ടൊക്കെ, നമ്മളെ ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എടുത്ത കോസ്റ്റും കാര്യങ്ങളാണ്. ഇനി നമുക്ക് വരുന്നൊരു കോസ്റ്റ് എന്ന് പറഞ്ഞത്
ടൈപ്പ് റൈറ്റിംഗ് കോസ്റ്റാണ്. ടൈപ്പ് റൈറ്റിംഗ് അത് ചില ആളുകൾ ടൈപ്പ് റൈറ്റ് ചെയ്യും, ചില ആളുകൾ ടൈപ്പ് റൈറ്റ് ചെയ്യാതെ തന്നെ എന്താ പറയുക എയർലൈനിൽ കയറും. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യം മറ്റേതെങ്കിലും ആണെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുവഴിയും ചോദിക്കാം. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. All the best. See you in next video. Bye bye.